ഇന്ത്യയിൽ ഇന്ന് വരെ ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ പോലുമില്ല. സാറേ തെണ്ടിത്തരം പറയുന്നതിനോട് അതിൽ വേണം. ജാതീയമായി വേർതിരിക്കണം, അന്യമത വിദ്വേഷം വളർത്തണം, അതിനുവേണ്ടി ചെറിയ ചെറിയ വിഷയങ്ങളെ എടുത്തിട്ട് അത് ലവ് ജിഹാദാണ് എന്ന് ഉയർത്തിക്കാട്ടി സമൂഹത്തിൽ അന്തചിത്രം അങ്ങോട്ട് മാറി എന്ന് അറിയാം. വാക്കാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൺവേർഷൻ ജിഹാദ് എന്നുള്ള വാക്ക്. പച്ചയ്ക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി, ഇത് ആളുകൾ ചർച്ചയാക്കും. കൺവേർഷൻ ജിഹാദ് ഇസ്ലാമിലുള്ള സാധനമാണ്. അത് ആര് വന്ന് ചലഞ്ച് ചെയ്താലും തെളിയിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കൺവേർഷൻ ജിഹാദ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അതിനെ എന്തിനാണ് നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ എന്തിനാണ് തമസ്കരിക്കുന്നത്? ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. ലവ് ജിഹാദിന്റെ കഥകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. വ്യക്തമായില്ലല്ലോ. പറയിക്കല്ലേ. സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ. അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും. മതം മാറിയേ പറ്റൂ. മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും നല്ലൊരു വീട് വെക്കാനും എന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കുടുംബത്തിനകത്ത് നടന്ന കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ വ്യാപകമായി വരുന്ന വലിയൊരു അപകടത്തെ തുറന്നു കാണിക്കുക കൂടി ചെയ്യുന്നതാണ്. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമമെന്ന് ആരോപണം. അവള് ജീവൻ കൊടുത്ത് അവനെ അങ്ങ് സ്നേഹിച്ചു. പക്ഷെ അവന് മതമായിരുന്നു, അവന്റെ മതം മാത്രം നോക്കിയുള്ളൂ. എന്റെ കൊച്ചിന് നോക്കിയില്ല. അവന്റെ തലയിൽ ഇടുത്തി വീഴും. മനസാക്ഷിയില്ലാത്തവൻ. ഇങ്ങനെ ലവ് ജിഹാദിന്റെ തുടർക്കഥകൾ കേരള സമൂഹത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് റിയൽ അല്ല എന്നെങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയും? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും എതിർക്കുന്ന സമീപനമാണ് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. സമൂഹത്തിൽ വർഗീയത വളർത്തി വിഭജന രാഷ്ട്രീയം നടത്തുന്നതിനെ അതിശക്തമായി കാഴ്ചപ്പാടോ? നീ വലിയ മാന്യനാവണ്ട. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം അവരുടെ വാദത്തിൽ നിന്നും ഇതുവരെ അവർ പുറത്തു കടന്നിട്ടില്ല. എന്നിട്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ പിന്തുണച്ചുകൊണ്ട് എല്ലാ വർഗീയതയെയും നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അവരുടെ ഈ രാഷ്ട്രീയ കക്ഷി വെൽഫെയർ പാർട്ടി അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. ഇന്ത്യയുടെ മതേതരത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാമെന്ന് രേഖാമൂലം നൽകി അതനുസരിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. നിലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. ഹുസൈൻ അങ്ങേക്കൊന്ന് വിശദീകരിച്ചു തരും. നീ കാളിയമർദ്ദനെ ലൈവായി കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇവിടെ വലതുപക്ഷം നിരീക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു BJP കാരനാണെന്ന് കേട്ടോ. അപ്പൊ ആ വലത് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഇടതുപക്ഷം എന്ന് വിളിക്കണം. നിങ്ങൾ ഈ പറയുന്ന പാർട്ടികൾ, ഈ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, അവരതൊക്കെ എഴുതി വെക്കും, അതെല്ലാം ഒപ്പിടും. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് ഇസ്ലാമിലെ മറ്റൊരു ഡോക്ടറിനാണ്, തക്കിയ എന്ന് പറയും. തക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാഹചര്യം പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ സാഹചര്യം അനുകൂലമാകുന്നത് വരേക്കും നമ്മൾ ചില നുണകൾക്ക് പറയാം, നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ, നീക്കുപോക്കുകൾ സാധിക്കും. അതിന് അറബിയിൽ അൽ തക്കിയ എന്ന് പറയും. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇനി നിങ്ങൾ അവരുടെ ഭരണഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്ത് വായിച്ചു നോക്കൂ. അവരുടെ ലക്ഷ്യം എന്താണ്? ഹുക്കുമത്തെ ഇലാഹി തന്നെയാണ്. എന്താണ് ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഖാമത്തു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്ന തരത്തിലുള്ള സംഗതികൾ ഇവിടെ സാധ്യമാക്കുന്ന രീതിയിൽ ഒരു ഭരണം കൊണ്ടുവരാ എന്ന് വെച്ചാൽ എന്താണ്? ഇസ്ലാമിക രാജ്യമാക്കുക. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ. ഇന്നും അവരുടെ വെബ്സൈറ്റിൽ പോയാൽ വായിക്കാൻ നിങ്ങൾക്ക്. ചുമ്മാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. റജി, മതരാഷ്ട്രവാദത്തിൽ നിന്നും ഒരു ഇഞ്ച് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയിട്ടില്ല. അതിന്റെ അനുബന്ധ സംഘടനകൾക്കും അതേ നിലപാട് തന്നെയാണ്. കുറെ എണ്ണുണ്ട്, ഒരു വിവരമില്ല. നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ മൗലിക അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു സിറ്റിസൺ, ഇന്ത്യയിലെ ഒരു പൗരൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അവരുടെ വെബ്സൈറ്റ് എടുക്കുക. ഐഡിയോളജി, ആദർശം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെന്റൻസ് ആദർശം. ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹു അല്ലാതെ ആരാധന അർഹൻ വേറെ ദൈവമില്ല എന്ന് എഴുതി വെച്ച് മതത്തിന്റെ ആ വാക്യം തന്നെ അവിടെ, ഈ ഷഹാദത്ത് കലിമ തന്നെ അവിടെ എടുത്തു വെച്ചിട്ട്, നമ്മളെ പഹൽഗാമില് ഈ വെടിവെക്കണതിന് മുന്നേ ചോദിച്ച സാധനം ഉണ്ടല്ലോ, അത് അതേപോലെ എഴുതി വെച്ചത് ആരാണ് അത് എഴുതി വെച്ചത്? ജമാഅത്ത് ഇസ്ലാമി. കുടുംബം കുളം തോണ്ടാൻ തീരുമാനം അല്ല മാഷേ. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് ഇത് അറിയില്ല.
ഇത് അറിയുന്നോണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സംഗതിയാണ്. ഇനി നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ഭരണഘടനാ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന തന്നെയായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട്. അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇപ്പൊ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അവരോട് നിന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അവരെ നിരോധിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജോസഫ് മാഷ് കൈവെട്ടിയതൊക്കെ ഇങ്ങനെ എന്താണ് പൂ കൊടുക്കുന്ന പരിപാടിയാണോ? ഇത് എന്ത് തരം വാദാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ആരെയാണ് ഈ വെളുപ്പിക്കാൻ നോക്കുന്നത്? മനുഷ്യനായ നാണം വേണേ. റജി, ഏതാനും ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ വെളുപ്പിക്കരുത് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ എന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചും ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും പറയാൻ കഴിയാത്ത രീതിയിലാണ് ബഹുമാന്യനായ ഡോക്ടർ ആരിഫ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ അവരുടെ ഐഡിയോളജി അവർ എഴുതി വെച്ച സാധനം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത് നീയാ. അത് നിങ്ങൾ അവിടെ പോയിട്ട് അത് തിരുത്തൂ. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട് വി.ഡി. സതീശൻ പറഞ്ഞത് റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. വി.ഡി. സതീശൻ അങ്ങനെയല്ല പറയേണ്ടത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഗതി അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സാധനമാണ്. ഈ സാധനം ചോദിച്ചിട്ടാണ് അവിടെ പഹൽഗാമിൽ വെടിവെച്ചിട്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനോട് യോജിക്കരുത് സതീശ, നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയാനുള്ള ഒരു ആണത്ത്. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ നയങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി അവരുടെ അമീൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നത്. ഞാൻ വിശ്വസിക്കില്ല. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ മഹത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നമ്മളാണ് മനസ്സിലാക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിക്കാർക്കാണ് മനസ്സിലാക്കാത്തത്. ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ കൂട്ടുകെട്ടിനെയും പിന്താങ്ങുന്ന നിങ്ങൾക്കാണത് മനസ്സിലാവാത്തത്. എന്റെ ഫ്രണ്ടിനെ കൊച്ചാക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. എല്ലാ മതങ്ങളും മനുഷ്യ സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മതവിദ്വേഷം വളർത്താതിരിക്കൂ. ഈ മതങ്ങളുടെ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത.